ഇതാണ് ഞങ്ങളുടെ വീട്. 3 നിലകളിലായിട്ട് 60-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള വീട്. പണ്ട് നമ്പൂതിരിമാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇന്നും ഇത് ആ ഒരു പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പണ്ട് ഇതിൻ്റെ നിലം എല്ലാം താഴ്ഭാഗം നിലമെല്ലാം കാവി കൊണ്ട് തേച്ചിട്ടുള്ള ഇതായിരുന്നു. കാലക്രമേണ വർഷങ്ങൾ പഴക്കിയപ്പോൾ അവിടെയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് കൊണ്ടാണ് പിന്നീട് അത് ടൈൽസിലേക്ക് മാറ്റിയത്. കൊച്ചു വീട് 3 നിലകളിലായിട്ടുണ്ട്. പൂമുഖം, കജ്ജിലൈ, ഡൈനിങ് ഹാൾ, കിച്ചൺ, വാഷ്റൂം, 1-2 റൂമുകളൊക്കെ ആയിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോർ. മഴക്കാലത്ത് ഈ വീടിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴക്കാലത്ത് മാത്രമല്ല, എപ്പോഴും ഈ വീട് കാണാൻ പ്രത്യേക ഭംഗിയാണ്. വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരവുണ്ട്, വീട്ടിലേക്ക് വന്ന് കാണാൻ പറ്റുമോ, വീടിൻ്റെ ഉൾഭാഗങ്ങൾ കാണാൻ പറ്റുമോ. ഇടയ്ക്കൊക്കെ ഓരോരോ വിസിറ്റേഴ്സ് വരാറുമുണ്ട്. ഞങ്ങൾക്കും അതൊരു സന്തോഷം തന്നെയാണ്. വീടിൻ്റെ സ്റ്റോറികളും വീഡിയോസുകളും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതികരണങ്ങളാണ് വീണ്ടും വീണ്ടും ഇതിൻ്റെ വീഡിയോസും മറ്റും ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. മുറ്റങ്ങളിൽ ചെടികളും മറ്റും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് തന്നെ നിലനിർത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. വീടിൻ്റെ ജനലുകളും മറ്റും കാണാം, നീലയും മഞ്ഞയുമുള്ള കളറിൽ പല കാലങ്ങളായിട്ടുള്ള പണ്ടത്തെ ഡിസൈനുകളിലൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. വീടിൻ്റെ പുറകുവശത്ത് വലിയ വൈക്കോൽ പുരയും അതിനോട് ചേർന്ന് തേങ്ങാപ്പുരയും ഒക്കെ ആയിട്ടുള്ള ഒരു തനി നാടൻ ഗ്രാമപ്രദേശത്തുള്ള ഒരു മന. വീട് കണ്ടാൽ ഒരു 4 കെട്ടിൻ്റെ രൂപസാദൃശ്യമൊക്കെ ഉണ്ടെങ്കിലും 4 കെട്ടല്ല, എങ്കിലും 4 കെട്ട് പോലെ തോന്നിക്കുന്ന ഇതാണ് ഞങ്ങളുടെ അരയന്നങ്ങൾ. നേരം വെളുത്താൽ അവരിങ്ങനെ മൂടുകുലുക്കി തെക്കേ കുളത്തിലേക്ക് പോകും. ആ കാണുന്നിടത്താണ് ഒരു തെക്കേ കുളമുള്ളത്. ഞങ്ങളുടെ തോട്ടത്തിൽ 2 കുളങ്ങളുണ്ട്, ഒന്ന് വലിയ കുളം, ഒന്ന് തെക്കേ കുളം. ജാതിക്കയും തെങ്ങും കവുങ്ങും പിന്നെ മറ്റു ചില തൈകളൊക്കെ ആയിട്ടുള്ള ഒരു വലിയ തോട്ടത്തിനുള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല കോമാങ്ങയും കിളിച്ചുണ്ടൻ മാങ്ങയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന തോട്ടം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വലിയ കുളം എന്ന് പറയുന്നത്. പണ്ട് ഒരുപാട് ആളുകൾ വേനൽക്കാലങ്ങളിൽ വന്നിരുന്ന സ്ഥലമാണ്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്കും മറ്റും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുളം. മഴക്കാലത്ത് ഇതിന് പ്രത്യേക ഭംഗിയാണ്. പച്ച നിറത്തിലുള്ള വെള്ളം, കുറച്ച് കഴിയുമ്പോൾ അത് നീല നിറത്തിൽ, കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ദിവസത്തിൽ തന്നെയല്ല, കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അത് നീല നിറത്തിലുള്ള വെള്ളമാകും. പിന്നെ അത് തെളിഞ്ഞ വെള്ളം, അടിയിലോട്ട് കാണാൻ പറ്റുന്ന തെളിഞ്ഞ വെള്ളം. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക കലക്ക് വെള്ളമാകും. അങ്ങനെ പല രീതിയിലുള്ള വെള്ളങ്ങളായി മാറുന്ന ഒരു വലിയ കുളം. ഈ തോട്ടത്തിലേക്ക് നനയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വാട്ടർ കണക്ഷനും ഒക്കെ ഈ കുളത്തിൽ നിന്നാണ് പോകുന്നത്. ഇതിൽ നിന്ന് നേരെ താഴോട്ട് പോയാൽ ഞങ്ങളുടെ പാടം, വാഴത്തോട്ടവും കപ്പകൃഷിയും അതിൻ്റെ അപ്പുറം നെൽകൃഷിയുമൊക്കെ ആയിട്ട് പോകുന്ന വിശാലമായ പാടം. ഇതാണ് ഞങ്ങളുടെ വീട്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുള്ള ഒരു കുഞ്ഞമന, ഗ്രാമപ്രദേശങ്ങളിലെ മനോഹരമായ കാഴ്ച. അതുതന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ സൗന്ദര്യവും ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.